കേരള യൂണിവേഴ്സിറ്റി ബികോം LLB സ്റ്റുഡൻസിന് വേണ്ടി ലേൺ ഈസി ലേൺ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിലിംഗ് തരികയാണ്. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇത് കേരള യൂണിവേഴ്സിറ്റി ബികോം LLB സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ബികോം കോഴ്സുകളെ പറ്റി അല്ല പറയുന്നത്. ഇതൊരു 10 സെമസ്റ്ററുള്ള ഒരു കോഴ്സാണ് ബികോം LLB. അപ്പോൾ ബികോം സ്റ്റുഡൻസ് ഈ ഒരു ക്ലാസ് കേൾക്കേണ്ട കാര്യമില്ല. ഇത് ബികോം LLB സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു സെഷനാണ്. ഓക്കെ, സോ ബികോം LLB സ്റ്റുഡൻസിന് വേണ്ടി ഏതൊക്കെ ക്ലാസ്സുകളാണ് നമ്മൾ ലേൺ ഈസി ലേൺ വഴി പ്രൊവൈഡ് ചെയ്യുന്നത്? അതിൽ ഫ്രീ ക്ലാസ്സുകളും ഉണ്ട്, പെയ്ഡ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫ്രീ ക്ലാസ്സുകളുടെ കാര്യമെങ്കിലും നിങ്ങൾ അറിയാതെ പോകരുത്. സോ ബികോം LLB സ്റ്റുഡൻസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം ഇത് ബികോം LLB സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ഒരു സെഷനാണ്. ഓക്കെ, സോ സെമസ്റ്റർ അനുസരിച്ച് ബികോം LLBയുടെ സെമസ്റ്റർ അനുസരിച്ച് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ലേൺ ഈസി ലേൺ എന്ന യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. നിങ്ങൾക്കത് സെക്കൻഡ് സെമസ്റ്ററിലേക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ബികോം LLB എന്ന കോഴ്സിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി 5 മൊഡ്യൂളും സൗജന്യമായിട്ട് ലേൺ ഈസി ലേൺ ആപ്പ് വഴി കേൾക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് തേർഡ് സെമസ്റ്ററിലേക്ക് വന്നാൽ അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നൊരു പ്രോബ്ലം പേപ്പറുണ്ട്. ഇതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ മൊഡ്യൂളും ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബികോം LLBയുടെ തേർഡ് സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾക്ക് ₹1 പോലും മുടക്കേണ്ട കാര്യമില്ല. സൗജന്യമായിട്ട് നമ്മുടെ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫ്രീ ആണ്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റും ഫ്രീ ആണ്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് തേർഡ് സെമസ്റ്ററിലുണ്ട്. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്നൊരു സബ്ജക്റ്റ് ഇല്ലേ? ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, കാര്യം സാധാരണ ബികോംകാർക്ക് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന പേരിലാണ് ഈ ഒരു ടോപ്പിക്ക് കിടക്കുന്നത്. സെയിം തന്നെ ബെയിൽമെൻറ്റും പ്ലെഡ്ജും ഏജൻസിയൊക്കെ തന്നെ. അപ്പോൾ ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്നൊരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന ഒരു സബ്ജക്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് മനസ്സിലാക്കിക്കോ. ഫ്രീ ക്ലാസ്സുകളാണ് ഇതുവരെ പറഞ്ഞതെല്ലാം. സെക്കൻഡ് സെമസ്റ്ററിൽ മാനേജീരിയൽ എക്കണോമിക്സ് ഫ്രീ ആയിട്ടുണ്ട്. തേർഡ് സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും സ്പെഷ്യൽ കോൺട്രാക്റ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട്. ഓർക്കുക, സ്പെഷ്യൽ കോൺട്രാക്റ്റിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നാണ്. ആ ഒരു പേരിലാണ് ബികോംകാർക്ക് ഇത് പഠിക്കാനുള്ളത്. സെയിം കണ്ടൻറ്റാണ്, നിങ്ങൾ ഈ പഠിക്കുന്ന അതേ കാര്യം തന്നെ. ഓക്കെ, ഇനി ഫോർത്ത് സെമസ്റ്ററിലേക്ക് വന്നാൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫ്രീ ആണ്. ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ 5 മൊഡ്യൂളും ഫ്രീ ആണ്. ഞാൻ ഈ ഫ്രീ ആണെന്ന് പറയുന്നത് കാണാനായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അവിടെ കൃത്യമായിട്ട് ഫോൾഡർ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. എന്നാൽ ഫോർത്ത് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും, ഈ 2 സബ്ജക്റ്റ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് ലഭ്യമാകുന്നത്. ഈ പെയ്ഡ് ക്ലാസ് കിട്ടാനായിട്ട് നിങ്ങൾ ലേൺ ഈസി ലേണിൻ്റെ ആപ്പ് വഴി ലോഗിൻ ചെയ്യണം. നമുക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ലേൺ ഈസി ലേൺ എന്ന പേരിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബ്രൗസറിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ജസ്റ്റ് learneasylearn.com എന്ന് ബ്രൗസ് ചെയ്താൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് കാറ്റഗറി തിരിച്ച് ഈ സബ്ജക്റ്റ് കിട്ടും. അല്ലാത്ത പക്ഷം എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ടൈറ്റിലിൽ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ 2 ക്ലാസ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും പെയ്ഡ് ആയിട്ടാണ്. അപ്പോൾ പെയ്ഡ് ക്ലാസ്സിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താല്പര്യം ഉണ്ടെങ്കിൽ മതി, അല്ലാത്ത പക്ഷം ഫ്രീ ക്ലാസ് കാണാം. ഈ ഫ്രീ ക്ലാസ് കാണുന്നവരെല്ലാവരും പെയ്ഡ് ക്ലാസ് ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഫ്രീ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് സെമ്മിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഫ്രീ ആണ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതും പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. 6ാം സെമസ്റ്ററിൽ ഈ 2 സബ്ജക്റ്റ് പ്രധാനപ്പെട്ട 2 പ്രോബ്ലം പേപ്പേഴ്സാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പെയ്ഡ് ക്ലാസ്സിനെ പറ്റി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൻ്റെ ടൈറ്റിൽ തന്നെ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, learneasylearn.com എന്ന് ബ്രൗസ് ചെയ്താൽ മതി. ആ വെബ് ആപ്പിൽ ഈ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആകും. അവിടെ തന്നെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം. നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി 7th സെമസ്റ്ററിലേക്ക് വന്നാൽ ഓഡിറ്റിംഗ് നിങ്ങൾക്ക് ഫ്രീ ആണ്. ഓഡിറ്റിംഗ് ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാകും. 8ാം സെമസ്റ്ററിലേക്ക് വന്നാൽ അപ്ലൈഡ് കോസ്റ്റിംഗ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും 2 പ്രോബ്ലം പേപ്പേഴ്സാണ്. സോ അത് നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ്. ഓക്കെ, സോ
ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക. കാര്യം ഫ്രീ ക്ലാസ്സുകളെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. വീണ്ടും പറയുന്നു, ഫ്രീ ക്ലാസ് കേൾക്കുന്നവരെല്ലാം പെയ്ഡ് ക്ലാസ്സിലേക്ക് വരണമെന്നൊന്നുമില്ല. പ്രധാനമായിട്ടും നമ്മുടെ ഉദ്ദേശം ഈ ഫ്രീ ക്ലാസ്സുകൾ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഫ്രീ ക്ലാസ്സുകളെങ്കിലും കേട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ മാനേജറിയൽ എക്കണോമിക്സ് ഫ്രീ ആണ്. തേർഡ് സെമസ്റ്ററിൽ നോക്കൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫ്രീ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ മോഡ്യൂളും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഫ്രീ ആണ്. സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്ന പേരിൽ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്, ആ ഒരു സബ്ജക്റ്റ് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആണ്. ഫോർത്തിലേക്ക് വന്നാൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും. എന്നാൽ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫിഫ്ത്ത് സെമസ്റ്റർ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഫ്രീ ആണ്. സിക്സ്ത് സെമസ്റ്ററിലേക്ക് വന്നാൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും പെയ്ഡ് ക്ലാസ് ആയിട്ടാണ്. സെവൻത്തിലേക്ക് വന്നാൽ ഓഡിറ്റിംഗ് ഫ്രീ ആയിട്ട് കിട്ടും. എയ്ത്ത് സെമസ്റ്ററിൽ അപ്ലൈഡ് കോസ്റ്റിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും പെയ്ഡ് ക്ലാസ് ആയിട്ടാണ്. സോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളെ സംബന്ധിച്ച്, ക്ലാസ് കിട്ടുന്ന രീതിക്കോ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൻ്റെ ടൈറ്റിലിൽ തന്നെ എൻ്റെ നമ്പർ കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 9995177575 ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ. ഇതിലേക്ക് ജസ്റ്റ് വാട്സാപ്പിൽ ക്വറി ചെയ്താൽ മാത്രം മതി. ഓക്കെ, കഴിവതും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കാര്യം ഇതൊരു ഫോമൽ നമ്പറാണ്. അപ്പോൾ മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബികോം LLB സ്റ്റുഡൻസിന് ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിലിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക്, ടൈറ്റിലും വെച്ചിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ.